Hi, hello, once again, welcome back to Home Notes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്തൊരു ടൈപ്പ് ബോട്ടിൽ ആർട്ടാണിത്. കാരണം ഇത് ഞാൻ ചെയ്യുന്നത് ഇത്തിൽക്കണ്ണിയുടെ കുരു കൊണ്ടാണ്. ഇത്തിൽക്കണ്ണിയുടെ കുരു കൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളിതുവരെ ആരും ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കണം തന്നെ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ ഔട്ട് ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര അമേസിങ് ആണോ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ഒരുമിച്ച് ലാസ്റ്റ് പറയാം ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഇത്തിൽക്കണ്ണിയുടെ കുരു ധാരാളം ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അത് കുറേ ഇങ്ങനെ പറക്കി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു ബോട്ടിൽ ആർട്ട് ചെയ്താലോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമേ ചെയ്തു, കുറച്ച് ഒരു 2 സ്റ്റെപ്പ് ചെയ്തു. അപ്പോഴാണ് വിചാരിച്ചത് നിങ്ങളെയും കൂടെ ഇത് കാണിക്കാം. എനിക്ക് തോന്നുന്നു ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചത്. ഇപ്പം ഇത്രയും ഞാൻ ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ലല്ലോ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇത്തിൽക്കണ്ണിയുടെ കുരു. അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ആ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഓരോ പീസ് ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പായി ആയിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അതായത് 2 സ്റ്റെപ്പിൽ ഞാനിതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം മനസ്സിലായോ? ഇനി എന്താണെന്നായിരിക്കും അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തി. ഇവിടെ ഞാൻ 3 കോളത്തിൽ ഇങ്ങനെ ഇതുപോലെ ആ സെയിം നമ്മുടെ ഇത്തിൽക്കണ്ണിയുടെ കുരു കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു സെമി സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓവൽ ഷേപ്പിൽ ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ 2 സൈഡിലും സെയിം ആയിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം രൂപ മനസ്സിലായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ടോട്ടലി ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വാഴക്കായുടെ തണ്ടില്ലേ, ആ തണ്ട് ചെറുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു പോർഷനിലും ഞാൻ അത് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് ഈ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് ആ വളഞ്ഞ് അനുസരിച്ച് അങ്ങനെ തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇതുവരെ ഇഷ്ടമായോ? അപ്പോൾ ഇനി ബാക്കിയും കൂടെ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത എന്താണെന്ന് നോക്കണ്ടേ? അപ്പോൾ നമ്മുടെ കുപ്പി ഇതാ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലായോ? ഇതും സെയിം തന്നെ, നമ്മുടെ വാഴയുടെ തണ്ടിൻ്റെ തന്നെ മുറിച്ചെടുത്ത് തന്നെയാണ് ഈ സെയിം സാധനം തന്നെ. ഈ കുപ്പിക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് തന്നെ ഉണ്ടാവില്ല, അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആ വാഴയുടെ തണ്ട് കുറച്ചുകൂടി നീട്ടത്തിലെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഒരു ഫൈനൽ ടച്ച്, അതായത് ഇനി ഇവിടെ കൂടെ ഒരു ചെറിയ പനിയും കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ കുപ്പി റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പം ഫസ്റ്റ് കണ്ട കുപ്പിയാണോ ഇത്? അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ടിൽ? അടിപൊളിയായിട്ടില്ലേ? ഇത് കണ്ടാൽ പറയോ ബോട്ടിൽ ചെയ്തിരിക്കുന്നതാണ്? അതുമല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തിൽക്കണ്ണിയുടെ കുരുവാണ് അല്ലെങ്കിൽ വാഴയുടെ തണ്ടാണെന്ന് പറയുമോ? ഇതിൽ ഞാൻ പെയിൻ്റ് അല്ലാട്ടോ ചെയ്തിരിക്കുന്നത്, ഒരു ഷൂ പോളിഷ് ഇല്ലേ, അതിൽ ബ്ലാക്കും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൽ അടിച്ചു കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടാൽ പറയോ ഷൂ പോളിഷാന്ന്? അത്ര രസമില്ല കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഇങ്ങനെ കാണിക്കാനല്ല, ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടുള്ള സെറ്റപ്പാണ്. കാരണം ഈ ബോട്ടിൽ ഓൾറെഡി ഒരു സ്നോ ഫീൽ തരുന്നൊരു ടൈപ്പ് ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കൊണ്ട് വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഉള്ളിൽ ലൈറ്റ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാന്നുള്ള സെറ്റപ്പിൽ ഞാൻ ഇത് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ലൈറ്റ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട്? ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് മൊബൈലിൽ ലൈറ്റ് തെളിച്ചു കൊടുത്തിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം നമുക്ക് ലൈറ്റൊന്നും വാങ്ങിക്കാൻ പറ്റിയ സെറ്റപ്പ് ഒന്നുമില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കുകയാണ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച യഥാർത്ഥ ഫീല്. എങ്ങനെയുണ്ട്? ഈ ലൈറ്റൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം കേട്ടോ. പിന്നെ ഞാനിത് ഫുള്ള് കാണിക്കാതിരുന്നത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം നിങ്ങളോട് എന്താണ് ഇതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു തന്നാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതിൻ്റെ ആ ഒരു സ്റ്റേജസ്, അതായത് ഓരോ സ്റ്റെപ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. കാരണം അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അതേസമയം ചെയ്യണമെങ്കിൽ കുറച്ച് ടൈംലി പ്രോസസ്സാണ്. കാരണം ഓരോ പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണിക്കാതിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ എന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തടയുന്ന എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് ഇതുപോലെയൊക്കെ ഒരു ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് നോക്കുന്നത് നല്ല രസമായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.